രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇരുന്നപ്പോഴത്തേക്ക് മീൻ വണ്ടിയുടെ സൗണ്ട് കേട്ടു. അപ്പം തന്നെ അമ്മ റോഡിലോട്ട് ഓടി. കിട്ടിയതോ ഈ കുഞ്ഞു ചൂരക്കുട്ടി. ഇത് കിട്ടിയപ്പോൾ തന്നെ തേങ്ങ അരച്ച് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മീനൊക്കെ പെട്ടെന്ന് കണ്ടിച്ച് റെഡിയാക്കി തേങ്ങയൊക്കെ തിരുമ്മി വെച്ചു. അമ്മ രാവിലെ പാവയ്ക്ക് തോരനുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് ഏകദേശം റെഡിയായി. കൂട്ടത്തിൽ തന്നെ വെള്ളം, പിന്നെ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയും മുളകും ജീരകവും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് പെട്ടെന്നൊരു അരപ്പങ്ങ് അരച്ച് അതിലോട്ടങ്ങ്. പിന്നെ ഫ്രൈ ചെയ്യാൻ വെച്ച മീനിലോട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ മീൻ കറിയിലേക്ക് പച്ചമുളകും തക്കാളിയും അരിഞ്ഞു വെച്ച ആവശ്യത്തിന് പുളിയും കൂടെ ചേർത്തു. ഇനി കറിക്ക് വേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ ഒരു ചെറിയൊരു സവാളയുടെ ഒരു കഷ്ണവും ചേർത്ത് ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് നന്നായിട്ട് അങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുത്തു. ഇനി ഇതും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ചധികം വെള്ളവും കൂടെ ചേർത്ത് മീൻ കറിക്ക് വേണ്ടി മസാല കലക്കി അങ്ങ് വെച്ചു. ഇവിടെ ഉള്ളവർക്ക് മീൻ കറി പുളിമുളകും വെക്കുന്നത് ഏറ്റവും ഇഷ്ടം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ തേങ്ങ അരച്ചൊക്കെ വയ്ക്കുന്നത്. കറിയുടെ അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി അതിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഓർത്ത് കറിവേപ്പിലയില്ലല്ലോ എന്ന്. പിന്നെ ഓടി മുറ്റത്തിറങ്ങി സൈഡിൽ നിന്ന് കറിവേപ്പിന്ന് ഒരു 3-4 തണ്ട് ഞാനിങ്ങ് പൊട്ടിച്ചെടുത്തു. നമുക്ക് പിന്നെ കറിവേപ്പില ഒരുപാടുള്ളതുകൊണ്ട് പിന്നെ അപ്പുറം ഇപ്പുറം ഓടേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് അതിൽ നിന്ന് ഒന്ന് എടുത്താൽ മതിയല്ലോ. പിന്നെ കറിവേപ്പിലൊക്കെ പറിച്ച് മീൻ പൊരിക്കാൻ വേണ്ടി ഗ്യാസിലോട്ട് തന്നെ അങ്ങ് വെച്ച് പിന്നെ 2 കറിവേപ്പിലൊക്കെ ചേർത്ത് അത് നന്നായിട്ട് പൊരിച്ചിങ്ങെടുത്തു. പിന്നെ ഈ മീൻ കറിയിലിടാൻ വേണ്ടി കടുക് വറുക്കാനായിട്ട് കൊച്ചുള്ളിയും പിന്നെ വറ്റൽമുളകും കടുകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കടുക് വറുത്തെടുത്തു. മീൻ കറി നന്നായിട്ട് തിളച്ച് അതിൽ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് മീൻ വറ്റി നല്ല കുറുകി വന്നപ്പോഴത്തേക്ക് അടുപ്പിൽ നിന്ന് മാറ്റി കേട്ടോ. മാറ്റിയതിന് ശേഷമാണ് ഈ കടുക് വറുത്തതെല്ലാം അതിലോട്ട് ഒഴിച്ച് വയ്ക്കുന്നത്. കടുക് വറുത്ത് കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ചക്ക അതുപോലെയൊക്കെ പെട്ടെന്ന് തന്നെ അമ്മ ഇളക്കിയൊക്കെ എടുത്തു. അങ്ങനെ കറിയൊക്കെ വേഗം സെറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ മോനെയും കുളിപ്പിച്ച് പിന്നെ ഞാനും കൂടെ പോയി കുളിച്ചു. ഇനിയിപ്പോൾ എന്താ ഫുഡ് കഴിക്കാൻ തന്നെ. ചക്കയും മീൻ പൊരിച്ചതും നല്ല മാങ്ങ അച്ചാറും പിന്നെ പാവയ്ക്ക തോരന് ചൂര മീൻ കറി.